ഗൈസ്, വേൾഡ് കപ്പിന്റെ ബ്രോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. അതായത് മലയാളികളെ ചെറുതായിട്ടൊന്ന് പഠിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് മലയാളം കമന്ററിയിൽ വേൾഡ് കപ്പ് കാണണമെങ്കിൽ വെക്കേണ്ട ചാനൽ കേരളമാണ്. പക്ഷെ ഇപ്പോ കേരളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിഫയുടെ ലോകകപ്പ് മത്സരങ്ങൾ ഈ ചാനലിൽ സംരക്ഷണം ചെയ്യുന്നതല്ല. അപ്പൊ നമ്മൾ മലയാളം കമന്ററിയിൽ വേൾഡ് കപ്പ് കാണാൻ എവിടെ പോണം? അതാണ് ശ്രീധരന്റെ ഏറ്റവും വലിയ ക്ലാരിഫിക്കേഷൻ. മലയാളം കമന്ററിയിൽ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി സെപ്പറേറ്റ് പൈസ കൊടുത്ത് ഈ ചാനൽ അനേബിൾ ചെയ്ത ഒരുപാട് മലയാളികൾ നമ്മുടെ ഇടയിലുണ്ട്. കേരളത്തിലെ സീരിയലും സിനിമയും കാണാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ഈ ചാനൽ ഇപ്പൊ അനേബിൾ ചെയ്തിട്ടുള്ളത്. അതാണ് ശ്രീധരന്റെ പ്രധാനപ്പെട്ട ക്ലാരിഫിക്കേഷൻ. ഒന്നാമത് C5നെ പറ്റി ഒരുപാട് കൺസേൺസ് ഉണ്ട്. ലാഗാണ്, ലോഗോ ടിഷ്യൂ ഉണ്ട്, ചാർജ് കൂടുതലാണ്, ഡിവൈസ് കുറവാണെന്ന് പല കൺഫ്യൂഷൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. സോ ഡെഫിനറ്റ്ലി മലയാളികളുടെ വേൾഡ് കപ്പ് എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഷെയർ ദിസ് വീഡിയോ, ഷെയർ യുവർ തോട്ട്സ്. എത്രയും വേഗം ക്ലാരിഫിക്കേഷൻ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.